Hi everyone, Anvaram is here. അപ്പോൾ മക്കളെ ഓണം എക്സാം കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് സെലിബ്രേഷൻസ് ഇസ് ഓവർ അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അവർ USS എക്സാമിനേഷൻ. നമ്മൾ USS വരുന്നുണ്ട്. സോ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ വെൻ യു ടോക്ക് അബൌട്ട് ദി USS എക്സാമിനേഷൻ എസ്പെഷ്യലി ഇംഗ്ലീഷ്, ഓക്കെ, ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ കുറിച്ചാണ് മിസ് എന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം USS എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൈഡ് സ്റ്റഡി അത്യാവശ്യമാണ്. നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ചാപ്റ്റേഴ്സ് നമ്മളെ കോണ്ടൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമറിലും നമുക്ക് ഭയങ്കരമായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. കാരണം പലപ്പോഴും നമ്മളെന്താ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ അത് മുതൽ നമുക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ എക്സാം എസ്പെഷ്യലി USS എക്സാമിനേഷൻ നമുക്കുള്ള സിലബസ് എന്ന് പറയുന്നത് ഒത്തിരി വലിയ സിലബസാണ്. നമുക്ക് എല്ലാ ടോപ്പിക്സും വരുന്നുണ്ട്. നമ്മൾ ടെൻസസ് തുടങ്ങി നമുക്ക് ഫ്രേസൽ വെർബ്സ്, നമുക്ക് ഇഡിയംസ്, റിലേറ്റീവ് പ്രോനൗൺ, ആർട്ടിക്കിൾസ്, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ടോപ്പിക്സ് എന്താ നമുക്ക് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രേസൽ വെർബ്സ് നമുക്കത് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലുക്ക് ആഫ്റ്റർ അല്ലേ. നമ്മളത് അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നമ്മളവിടെ എഴുതി വെക്കും. ലുക്ക് ആഫ്റ്റർ, ആ ശേഷം നോക്കുക അതെന്താണെന്ന് ചിന്തിക്കും. നമുക്കറിയാം ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടേക്ക് കെയർ. നമ്മൾ ഒരാളെ നോക്കുന്നതിന്, ഒരാളെ പരിപാലിക്കുന്നതിന് നമ്മൾ എന്ത് പറയാം? ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം. ഇതിപ്പോൾ നമ്മൾ ഇഡിയംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കാലത്ത് പോയി തല്ലി ഓടിക്കാനാണോ? നോട്ട് അറ്റ് ഓൾ. എന്താ ആക്ച്വലി അതിൻ്റെ മീനിങ്? വി വിഷ് എ ലെഗ്. നമ്മളൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് എന്താ? ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ. ദെൻ നമ്മൾ ടെൻസ് പഠിക്കാൻ വിചാരിക്കാം. നമുക്ക് ടെൻസിലേക്കൊന്ന് നോക്കാം. നമ്മൾ ഒരൊറ്റ എക്സാമ്പിൾ എടുക്കുന്നുള്ളൂ, സിമ്പിൾ പ്രസൻറ്റ്. നമ്മൾ പറയണം അതിൻ്റെ ഉദാഹരണമായിട്ട് ദ സൺ റൈസസ് അറ്റ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നമുക്കത് മനസ്സിലാവണം, ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ്. അതേപോലെ തന്നെ നമ്മൾ പോയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് പോയം എന്താണ്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, ജനറൽ പോമിലെ ആ പോയം തന്നിട്ട് അതിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് പോയറ്റിക് ഡിവൈസസ്. ആ പോയറ്റിക് ഡിവൈസസിൽ ഒരു ഉദാഹരണം മിസ് പറയാം. നമ്മൾ സിമിലി എടുക്കാൻ വിചാരിക്കുക. ഷീ ലുക്സ് ലൈക്ക് എ പ്രിൻസസ്. അവിടെ നമുക്ക് ആ ലൈക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവണം ഇറ്റ് ഈസ് അബൌട്ട് സിമിലി. ബിക്കോസ് നമ്മൾ ആസോ ലൈക്കോ ഉപയോഗിച്ച് നടത്തുന്ന താരതമ്യത്തെ നമ്മൾ എന്ത് പറയാം? സിമിലി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് എന്തുണ്ട് നമുക്ക് പറയാനുണ്ട്. സോ മിസ് പറഞ്ഞു വരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊരു തറോ പ്രിപ്പറേഷൻ എന്ത് വേണം? നമ്മൾ USS എക്സാമിന് വേണം. അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? ദ ബെസ്റ്റ് ഓപ്ഷൻ ഇറ്റ് ഈസ് സൈലം ലേണിംഗ്. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ചിനെയാണ് മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യു ഗൈസ് നോ ദാറ്റ് നമ്മൾ 7ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കുള്ള ബാച്ചാണ് അവഞ്ചേഴ്സ് ബാച്ച്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈലം അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് USSൻ്റെ ക്ലാസ്സസ് സെപ്പറേറ്റ് ആയിട്ടും അതല്ലാതെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസിലുള്ള ക്ലാസ്സസ് ഒക്കെ എന്താണ് ഡെയിലി അവൈലബിൾ ആയിരിക്കും. എല്ലാ നിങ്ങളുടെ ചാപ്റ്റേഴ്സും അത് റെക്കോർഡ് സെഷനായിട്ട് ഓൾറെഡി അവൈലബിൾ ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് മന്ത്ലി എക്സാം, ടേം എക്സാം, യൂണിറ്റ് വൈസ് എക്സാം അലോങ് വിത്ത് ദ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കാം. എത്രയും പെട്ടെന്ന് നമ്മൾ ഓഫർ ചെയ്യുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സോ see you in the Avengers batch. Thank you.